എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. റാഷണൽ നമ്പേഴ്സ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നാച്ചുറൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ് ആൻഡ് ദെയർ നെഗറ്റീവ്സ് ആൻഡ് സീറോസ് ആർ കളക്റ്റീവ്ലി നെയിംഡ് ആസ് റാഷണൽ നമ്പേഴ്സ് എന്നാണ് അവിടെ പഠിച്ചത്. അതായത് P/Q എന്ന രൂപത്തിൽ എഴുതാവുന്ന നമ്പേഴ്സ്, അതായതൊക്കെ വരും നാച്ചുറൽ നമ്പേഴ്സ്, അതിൻ്റെ നെഗറ്റീവ്സ്, പിന്നെ ഫ്രാക്ഷൻസ്, സീറോ, ഇതെല്ലാം ഏതാണ്? റാഷണൽ നമ്പേഴ്സാണ്. അതായത് ഫ്രാക്ഷൻസ് P/Q എന്ന രൂപത്തിൽ എഴുതാവുന്ന എല്ലാ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ നമ്മൾ അതായത് ദീസ് നമ്പേഴ്സ് ക്യാൻ എക്സ്പ്രസ് ഇൻ ദി ഫോം ഫ്രാക്ഷണൽ ഫോം. എക്സാമ്പിൾ 1, 2, 3, 4, 5 ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതിന് 1നെ 1/1 എഴുതാം, 2നെ 2/1 എഴുതാം, 3യെ 3/1 എഴുതാം. ഇതൊക്കെ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാം. 0 0/1 എഴുതാം, 2.5നെ 25/10 എന്ന് എഴുതാം, 1/2 ഓൾറെഡി ഫ്രാക്ഷണൽ ഫോമാണ്, 0.333 എക്സെട്ര അത് 3/9 എന്ന ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാം, 0.121212 എക്സെട്ര അത് 12/99. നെഗറ്റീവ് നമ്പേഴ്സ് അതുപോലെ തന്നെ -2.3 ഇതൊക്കെ നമുക്ക് എങ്ങനെ എഴുതാം? P/Q എന്ന രൂപത്തിൽ എഴുതാം. ഇങ്ങനെയുള്ള ഈ നമ്പേഴ്സ് എല്ലാം ആണ് ഇതെന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ്. P/Q എന്ന രൂപത്തിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്. പിന്നെ അതുകൂടാതെ ഓൾ നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് ഫ്രാക്ഷൻ ഈസ് കോൾഡ് ഇറാഷണൽ നമ്പേഴ്സ്. അതായത് നമ്പേഴ്സ് ഇതുപോലെ P/Q എന്ന രൂപത്തിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം അതായത് P/Q എന്ന രൂപത്തിൽ എഴുതാൻ പറ്റുന്നതെല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. അങ്ങനെ പറ്റാത്ത നമ്പേഴ്സ് ഉദാഹരണത്തിന് √2, √3, 4, √5 എക്സെട്ര, അതുപോലെ തന്നെ -√2, -√3, അതുപോലെ തന്നെ പൈ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പൈ ഒക്കെ റാഷണൽ നമ്പറിൽ പെടും. P/Q എന്ന രൂപത്തിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം എല്ലാ നമ്പേഴ്സും കൂടി അതായത് ഈ റാഷണലും ഓൾ നമ്പേഴ്സ്, റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ടുഗദർ ആർ കളക്റ്റീവ്ലി കോൾഡ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാവുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? റിയൽ നമ്പേഴ്സ് എന്ന കാറ്റഗറി പെടും. അപ്പോൾ ഈ റിയൽ നമ്പേഴ്സും നമുക്ക് ഒരു ലൈൻ വരച്ച് അതിലൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഈക്വൽ ഡിസ്റ്റൻസിൽ കുറേ പോയിന്റ്സ് മാർക്ക് ചെയ്യാണ്. കുറേ പോയിന്റ്സ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ഇനി ഇതിൽ ഒരു പോയിന്റിനെ ഞാൻ 0 എന്നെടുത്തു. ഒരു പോയിന്റ് ഞാൻ 0 എന്ന് മാർക്ക് ചെയ്തു. അതിൻ്റെ റൈറ്റിലേക്ക് അപ്പോൾ 1, 2, 3 അങ്ങനെ അടയാളം. അപ്പോൾ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ, അതായത് ഈ എടുത്തിരിക്കുന്ന ഒരു യൂണിറ്റ് എന്നാണ്, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് ആണ് 1 യൂണിറ്റ്. അപ്പോൾ ഇത് 0 ഈക്വൽ ഡിസ്റ്റൻസിൽ 1, 2, 3, 4, 5 എക്സെട്ര നമുക്ക് പോകും. ലെഫ്റ്റിലേക്ക് അപ്പോൾ എന്ത് വരും? ഇതിങ്ങോട്ട് വരുമ്പോൾ 5, 4, 3, 2, 1, 0 ഇങ്ങോട്ട് കുറച്ച് വരും. 0യേക്കാൾ 1 കുറയുമ്പോൾ -1, -1നേക്കാൾ 1 കുറയുമ്പോൾ -2. അങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പോസിറ്റീവ് നമ്പേഴ്സ് ആകുന്ന രീതിയിൽ നമ്പേഴ്സ് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേർ ഡു വി റെപ്രസെന്റ് -3/2? ഇതിനകത്ത് -3/2 എന്ന് റെപ്രസെന്റ് ചെയ്യാമോ? -3/2 എന്ന് പറഞ്ഞാൽ അവിടെ വരും -1.5 ആണ്. അപ്പോൾ -1നും -2നും നടുക്കായിട്ട് വരുന്ന പോയിന്റാണ് -1.5. അപ്പോൾ -1ന്റെയും -2ന്റെയും മിഡ് പോയിന്റ്, അതായത് -3/2 എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. അപ്പോൾ -3/2 അപ്പോൾ ഈ ഫ്രാക്ഷൻ ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യാം. പിന്നെ വേർ ഡു വി റെപ്രസെന്റ് 3/2/3? 3/2/3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 കഴിഞ്ഞിട്ട് ആ ഒരു യൂണിറ്റിന് 2/3 പാർട്ടും കൂടി വരും. എന്ന് പറഞ്ഞാൽ 3ക്കും 4നും ഇടയ്ക്കാണ്. 3ക്കും 4നും ഇടയ്ക്കുള്ള ഈ യൂണിറ്റിനെ നമ്മൾ 3 ഈക്വൽ പാർട്ട് ആക്കും. അപ്പോൾ 3 ഈക്വൽ പാർട്ട് ആക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് 3 1/3, സെക്കൻഡ് പാർട്ട് 3 2/3. അപ്പോൾ 3/2/3 എവിടെയാണ്? ഇതാണ് പോയിന്റ് 3 2/3. അതായത് 3യും 4നും ഇടയ്ക്കുള്ള ഈ യൂണിറ്റിനെ, ഒരു യൂണിറ്റാണിത്, ഈ ഒരു യൂണിറ്റിനെ 3 ഈക്വൽ പാർട്ട് ആക്കുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് 3 1/3, സെക്കൻഡ് പാർട്ട് 3 2/3, 3/3 എന്ന് പറയുമ്പോൾ 4 ആയി. 3/3 എന്ന് 1, അപ്പോൾ 3 + 1 4 ആയി. അപ്പോൾ ഇതാണ് നമുക്ക് 3 2/3 എന്ന ആ പോയിന്റിന്റെ എക്സാക്ട് പൊസിഷൻ. ഓക്കെ, ഇനി വേർ ഡു വി റെപ്രസെന്റ് -2.5? എവിടെ -2.5 ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്?
-2.5 എന്ന് പറഞ്ഞാൽ -2-നും -3-ക്കും മധ്യത്തിലായിട്ട് വരും. -2-നും -3-ക്കും മധ്യത്തിലുള്ള പോയിന്റ് കണ്ടോ, -2.5. അപ്പൊ ഇതിലെ ഓരോ പോയിന്റും ഇങ്ങനെ നമുക്ക് ഓരോ നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് √2 റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതിൽ വേർ ഡു വി റെപ്രസെന്റ് √2 യൂണിറ്റ് നമുക്ക് സ്കെയിലിൽ നടന്നെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ √2 വരച്ചിട്ടുണ്ട്. എങ്ങനെയാ, 1 യൂണിറ്റ് ബേസും 1 യൂണിറ്റ് ഓൾട്ടിറ്റ്യൂഡും ആണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ന്യൂസ് √2 ആയിരിക്കും. അതായത് ഇത് 1 യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ന്യൂസ് ആയിട്ട് വരുന്നത് √2 യൂണിറ്റ്. അപ്പൊ ഇത് 1 യൂണിറ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അത്രയും തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ വരച്ചു. അപ്പൊ ഇതാണ് √2. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ മെഷർ ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് √2. നമ്പർ ലൈനിൽ കണ്ടോ, ഈ √2 ഡിസ്റ്റൻസ് അകലെ 0-ൽ നിന്ന് √2 ഡിസ്റ്റൻസ് റൈറ്റിലേക്ക് വരുമ്പോൾ ആ പോയിന്റ് ആണ് √2. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് √2 റെപ്രസെന്റ് ചെയ്യണ ഒരു പർട്ടിക്കുലർ പോയിന്റ് അവിടെ ഉണ്ട്. ഇനി √3 ആണെങ്കിലോ, വേറെ റെപ്രസെന്റ് √3. അപ്പോൾ അവിടെ നമ്മൾ സ്ക്വയർ റൂട്ട് സ്പൈറലൊക്കെ വരച്ചപ്പോൾ √2 ബേസും 1 യൂണിറ്റ് ഓൾട്ടിറ്റ്യൂഡും ആകുമ്പോൾ √3 കിട്ടുമായിരുന്നു. അപ്പോൾ √2 ബേസ് ആയിട്ട് എടുത്തു, ഓൾട്ടിറ്റ്യൂഡ് 1 യൂണിറ്റ് എടുത്തു. അപ്പോൾ ഇത് 1-ഉം ഇത് √2 ആകുമ്പോൾ √2-ന്റെ സ്ക്വയറും 1-ന്റെ സ്ക്വയറും, √2-ന്റെ സ്ക്വയർ 2, 1-ന്റെ സ്ക്വയർ 1. അപ്പോൾ 2 + 1 3. അപ്പോൾ √3 ആണ് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ റൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ √3 ആയി കേട്ടോ. √3 എന്ന പോയിന്റ്. അപ്പോൾ √2, √3 ഇങ്ങനെയുള്ള ഇറാഷണൽ നമ്പേഴ്സ് നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ദെൻ വാട്ട് അബൌട്ട് പൈ ആണെങ്കിലോ, പൈ നമുക്ക് എവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലെ 1 യൂണിറ്റ് ഡയമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ എടുക്കുക. ഇത് ഡയമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ. ഈ സർക്കിൾ ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ്, അതായത് ഈ സർക്കിള് 1 യൂണിറ്റ് ഡയമീറ്റർ ഉള്ള സർക്കിളാണ്. ഈ ഡയമീറ്റർ 1 യൂണിറ്റ് ആയിട്ടുള്ള ഈ സർക്കിളിനെ ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ റോൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ, അതായത് ഇത് ഒരു പ്രാവശ്യം വിത്തൗട്ട് സ്ലൈഡിങ് ഈ ലൈനിലൂടെ ഇങ്ങനെ റോൾ ചെയ്യിച്ച് ഒരു പ്രാവശ്യം റോൾ ചെയ്യുമ്പോൾ എത്തുന്ന പോയിന്റ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതിങ്ങനെ ഇതിന് ചുറ്റുമുള്ള ഈ അളവ് ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് 3π ആയിരിക്കും. 3 കഴിഞ്ഞിട്ട് വരും. അത് 3π എന്ന് പറയുന്ന നമ്പർ. 3.14 എന്ന് പറയുന്ന നമ്പർ അല്ല. 3.14 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ അത്. പൈ എന്ന് പറയുന്ന എക്സാക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയും നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്ന, അതായത് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും എല്ലാം ഈ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഒരു ലൈൻ എടുത്തിട്ട് ആ ലൈനിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്പേഴ്സ് അങ്ങ് മാർക്ക് ചെയ്തു. പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും മാർക്ക് ചെയ്തു. ഇൻഡിജേഴ്സ് എല്ലാം, ഇതിനെല്ലാം കൂടി പറഞ്ഞ ഇൻഡിജേഴ്സ് ആണ്. അതായത് പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് 0, അതിൻ്റെ നെഗറ്റീവ്സ്, അതിന് ഇൻഡിജേഴ്സ്. അപ്പോൾ ഇൻഡിജേഴ്സ് ആദ്യം മാർക്ക് ചെയ്തു. ആ ഇൻഡിജേഴ്സിന്റെ ഇടയ്ക്കുള്ള ഫ്രാക്ഷൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഫ്രാക്ഷൻസും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സും എല്ലാം ഇതിനകത്ത് ഇതുപോലെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഇറാഷണൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സും, അതായത് റിയൽ നമ്പേഴ്സ് എല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ such a line which all points labeled using real numbers is called a number line or real line. ഈ ലൈൻ പറയുന്ന പേരാണ് റിയൽ ലൈൻ അല്ലെങ്കിൽ നമ്പർ ലൈൻ. കാരണം ഇതിലെ ഓരോ പോയിന്റും ഓരോ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ നമ്പേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. റാഷണലും ഇറാഷണലും ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും ഓരോ പോയിന്റ്. √2 എന്ന് പറയുന്ന ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പോയിന്റ് അവിടെയുണ്ട്. √3 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. 1.73 റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പോയിന്റ് അവിടെയുണ്ട്. അപ്പോൾ ഓൾ പോയിന്റ് 333 എക്സെട്ര എന്ന് പറയുന്ന ഫ്രാക്ഷൻ 3/9 അവിടെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ എല്ലാ ഫ്രാക്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എല്ലാ ഇറാഷണൽ നമ്പേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ലൈനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. റിയൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയൽ ലൈനിൽ എല്ലാ നമ്പേഴ്സും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ വൺ നമ്പർ ലൈൻ മൂവിങ് ഫ്രം, ഇതിലൊരു പ്രത്യേകത കൂടി നിങ്ങൾ നോട്ട് ചെയ്യാം. വൺ നമ്പർ ലൈൻ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, നമ്പേഴ്സ് ഇൻക്രീസിങ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും നമ്പേഴ്സ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. -4 വലുതാണ് -3, അതിനേക്കാൾ വലുതാണ് -2, അതിനേക്കാൾ വലുതാണ് -1. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതോറും നമ്പേഴ്സ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്പർ ലൈനിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള എല്ലാം അതിനേക്കാൾ വലുതായിരിക്കും, ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം അതിനേക്കാൾ ചെറുതായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2 2-നേക്കാൾ വലിയ നമ്പേഴ്സ് എല്ലാം 2-ന്റെ റൈറ്റ് സൈഡിലാണ്.
2വിനേക്കാൾ ചെറിയ നമ്പേഴ്സ് എല്ലാം 2ന്റെ ലെഫ്റ്റ് സൈഡിലാണ്. -2 -2ന്റെ റൈറ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സൊക്കെ ഇതിനേക്കാൾ വലിയ നമ്പറാണ്. അപ്പോൾ ഒരു നമ്പർ ലൈനിൽ ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെല്ലാം അതിനേക്കാൾ ചെറിയ നമ്പേഴ്സും റൈറ്റ് സൈഡിലെല്ലാം അതിനേക്കാൾ വലിയ നമ്പേഴ്സുമാണ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ റിയൽ നമ്പേഴ്സും റിയൽ ലൈനും എന്താണെന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.